ഹായ് ഡിയേഴ്സ്, മിഥിലാമസാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും 28-ാം തീയതി ബേസിക് സയൻസിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞൊരു കൊല്ലം നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പഠിച്ച അത്രയും കാര്യങ്ങൾ ഒന്നിച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക് എക്സാം എഴുതുന്നതിന് മുമ്പേ ആയി നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ മിസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നിച്ചാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നിന്ന് മാത്രം നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ ഫിസിക്സിലും ബയോളജിയിലും അത്രയധികം തന്നെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയം നമ്മൾ എഫക്റ്റീവായിട്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് എക്സാമിന് ഫുൾ മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുക? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, മക്കളെ, നമ്മൾ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 മുതലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളോട് ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാറുണ്ടെങ്കിൽ പോലും അവസാനത്തെ ഒരു 4 ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇനിയുള്ള സമയം എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റിലെയും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് വേണം ആദ്യം നിങ്ങൾ കവർ ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു കുട്ടി ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളെ ലാസ്റ്റ് മൊമെൻറ്റിൽ റിവൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വെറുതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത്, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മൾ ഓരോ ടോപ്പിക്സും റിവൈസ് ചെയ്യാനായിട്ട്. ഇത് റിവൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഹെഡിങ് കൊടുത്തിട്ട് ആ ചാപ്റ്ററിലെ ഇക്വേഷൻസും പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകളും നമുക്കൊരു നോട്ട് ബുക്കിലാക്കി വെക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇനി നമുക്ക് കെമിസ്ട്രി ആകാം. കെമിസ്ട്രിയിൽ ഇപ്പം നമുക്ക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്സ് ഉണ്ട്, അതേപോലെ റബ്ബർ ഉണ്ട് അല്ലേ. അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഫൈബേഴ്സ് എന്ന് എഴുതുമ്പോൾ തന്നെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റുകളുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസ് അങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുട്ടി നോട്ട്സ് ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി മക്കളെ, റിവിഷൻ ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു സിമ്പിൾ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെന്നിരിക്കട്ടെ. ഈ നെക്സ്റ്റ് 1 അവറിനുള്ളിൽ ആ പഠിച്ച ചാപ്റ്റർ ഒന്നും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ച് റിവൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നാളെ 1 ഡേക്കുള്ളിൽ ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് മുഴുവനൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ചാപ്റ്റേഴ്സും നമ്മുടെ മനസ്സിലേക്ക് എത്തും. സോ റിവൈസ് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള വഴിയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എത്ര തിയറി പഠിച്ചാലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും, ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുമെന്നോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മതി. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മക്കളെ, നിങ്ങൾ സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇനി ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇനി മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തൊട്ട് പഠിക്കാനൊരു തീരുമാനം എടുത്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബേസിക് സയൻസിന് ഫുൾ മാർക്കിലേക്ക് എത്താം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് കൂൾ ഓഫ് ചെയ്ത് തന്നെ വളരെ സമാധാനത്തോടു കൂടി തന്നെ ആ ഒരു നോട്ടൊക്കെ വായിച്ച് റിലാക്സ്ഡ് ആയിട്ട്, നോട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് റിലാക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടി ആ ടൈമിന് ഉപയോഗിക്കുക. പെട്ടെന്ന് തന്നെ ചാടിക്കയറി ഉത്തരം എഴുതാൻ തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം കെമിസ്ട്രി ഒക്കെ എടുത്താൽ ABC എന്ന നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൽ ഓരോ പാർട്ടിനും നിങ്ങൾ പാരഗ്രാഫ് പോലെ ഉത്തരം എഴുതി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണെങ്കിൽ 1-2 സെൻറ്റൻസിൽ ഉത്തരം എഴുതി നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് ബേസിക് സയൻസ് എക്സാമിന് നേരിടാനായിട്ട് പോകുന്നത്. എല്ലാ പേടിയും മാറ്റിവെച്ച് ധൈര്യത്തോടെ പഠിക്കാനായിട്ട് ഇരിക്കുക. ഇനി ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇപ്പം മുതൽ പഠിക്കും എന്ന തീരുമാനമെടുത്ത് നമ്മളുടെ അടുത്തേക്ക് വന്നാൽ മതി. നമ്മൾ ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ എത്തിച്ചു തരുന്നതായിരിക്കും. സോ ഞാൻ പഠിക്കാൻ റെഡി ആയിട്ടുണ്ട്, ബേസിക് സയൻസിന് ഫുൾ മാർക്ക് മേടിക്കാൻ റെഡി ആയിട്ടുണ്ട് എന്നവരെല്ലാവരും, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് പിങ്ക് ഹാർട്ടോടെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ലൈവിൽ കാണാം. ബൈ.